ഞങ്ങൾ ആദ്യം മുതൽ തന്നെ വിശ്വസിക്കുന്നത് അദ്ദേഹം തീർച്ചയായിട്ടും UDFിൻ്റെ കൂടെ ഭാഗമായിട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ്. അത് അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അദ്ദേഹം രാജിവെച്ചുകൊണ്ടാണ്. ഈ തെരഞ്ഞെടുപ്പ് അദ്ദേഹം ഉയർത്തിയ ചില രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്. അത് ഈ ഗവൺമെൻറ്റിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെയാണ്. അപ്പോൾ അത് ഏറ്റവും നന്നായിട്ട് പ്രതിഫലിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ ദുർബലപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങൾക്കും തെരഞ്ഞെടുപ്പിലൂടെ വലിയ തിരിച്ചടി നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അക്കാര്യത്തിൽ UDFിനോടൊപ്പം PV അൻവർ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അല്ല, അത്തരം കാര്യങ്ങൾ ഉചിതമായ സമയത്ത് തീരുമാനിക്കുക എന്നുള്ളതാണല്ലോ. അതിനെപ്പറ്റി ഞങ്ങൾക്ക് ആശങ്കയൊന്നുമില്ല. അല്ല, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അദ്ദേഹം സ്വാഭാവികമായും നമുക്ക് അദ്ദേഹം എടുക്കുന്ന തീരുമാനം എന്താണെന്ന് കാത്തിരുന്ന് കാണാം. പക്ഷേ അദ്ദേഹത്തിന് മറിച്ചൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് എന്തിൻ്റെ പേരിലാണ് രാജിവെച്ച്? ഈ ഗവൺമെൻറ്റിനോടുള്ള അഭിപ്രായ വ്യത്യാസം, മുഖ്യമന്ത്രിയോടുള്ള അഭിപ്രായ വ്യത്യാസം, ന്യൂനപക്ഷ സമൂഹത്തിനോട്, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളോട് മലപ്പുറം ജില്ലയിലെ പോലീസ് സംവിധാനം, അധികാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള പോലീസ് സംവിധാനം ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. മലയോര മേഖലയിൽ കർഷകർ അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഈ ഗവൺമെൻറ് മുഖ്യമന്ത്രിയും കുടുംബാംഗങ്ങളും നടത്തുന്ന അഴിമതിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഇതിൻ്റെയൊക്കെ പേരിലല്ലേ അദ്ദേഹം രാജിവെച്ചത്? അതൊരു പോരാട്ടമല്ലേ? ആ പോരാട്ടത്തിൻ്റെ ഇടയിൽ ഇവിടെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ശക്തമായ ഒരു തിരിച്ചടി പിണറായി വിജയന് നൽകാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം എവിടെയാണ് നിൽക്കുക? അദ്ദേഹം ഏറ്റവും ഒടുവിലായി ഇന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, വൈകുന്നേരം വരെ നിൽക്കട്ടെ എന്ന്. അപ്പം കാത്തിരുന്ന് കാണാം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, UDFിന് എന്താണോ പറയാനുള്ളത് ആ പറയാനുള്ള കാര്യങ്ങൾ ഇതിനകം തന്നെ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളും പ്രതിപക്ഷ ഉപനേതാവും ഒക്കെ അദ്ദേഹത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ല, എല്ലാ കാര്യങ്ങളിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ UDF എന്താണ് സമീപനം, എന്താണ് UDFിൻ്റെ സമീപനം എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അദ്ദേഹം ഉൾക്കൊള്ളും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ല, ഇന്നലെ, ഇന്ന്, നാളെ എന്നുള്ളതല്ല. അതിനകത്ത് ഞാൻ പറഞ്ഞത് വ്യക്തമാണ്, കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് ഉൾക്കൊള്ളും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അദ്ദേഹം പറഞ്ഞല്ലോ, വൈകുന്നേരം വരെ നമുക്ക് കാത്തിരുന്ന് കാണാം എന്നതിനെക്കുറിച്ച് പറയാനുള്ളത്. അല്ല, നിങ്ങൾ അത്തരം കാര്യങ്ങൾ, ഒരാളുണ്ടെങ്കിൽ ഉള്ള നേട്ടം ഇത്ര, ഒരാളില്ലെങ്കിലുള്ള കോട്ട ഇത്ര, ആ വിലയിരുത്തലിലേക്ക് ഒന്നും ഇപ്പോൾ പോകേണ്ട കാര്യമില്ല. നമ്മൾ തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിന് ശ്രീ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കും, UDF വിജയിക്കും. അല്ല, ഞാൻ വരട്ടെ, നമുക്ക് ഇനി നോമിനേഷൻ കൊടുക്കാൻ സമയമുണ്ടല്ലോ. അതിനുശേഷം നമുക്ക് വിലയിരുത്തും. മാധ്യമങ്ങളിൽ നിന്ന് കണ്ട കാര്യങ്ങളെ ഇപ്പോൾ ഉള്ളൂ. മാധ്യമങ്ങൾ പറയുന്നത് BJPക്കകത്ത് ഒരു വിഭാഗം നോമിനേഷൻ കൊടുക്കണമെന്നാണ്, ഒരു വിഭാഗം കൊടുക്കേണ്ട എന്നാണ്, ഒരു വിഭാഗം BDJS മത്സരിക്കട്ടെ എന്നാണ്. അങ്ങനെ ഒരുപാട് വാർത്തകൾ വരുന്നു. നമുക്ക് ആ നോമിനേഷൻ്റെ സമയം കഴിയുമ്പോഴേ നമുക്ക് യഥാർത്ഥ ചിത്രം തെളിഞ്ഞു വരും. അന്നേരം നമുക്ക് കാര്യങ്ങൾ പറയാം.